ഹലോ. അപ്പം നമുക്കിന്ന് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നല്ല. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു വെട്ട് കഷ്ണം തുണിയിലായിരുന്നു. ആ ഒരു തുണി വെച്ചിട്ട് നമ്മളൊരു കുട്ടി ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തയ്ച്ച് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു തുണി. ഗ്രീൻ കളർ തുണിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു തുണീൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തയ്യൽ തുടങ്ങുന്നതിന് മുൻപേ ആദ്യം തന്നെ പറയാം, എനിക്ക് തയ്യൽ ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ള ഐഡിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഒരു പരിജ്ഞാനം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ കഴുത്ത് അടയാളപ്പെടുത്തി, പിന്നെ കഴുത്തകലം അടയാളപ്പെടുത്തി. 2 ഇഞ്ചായിരുന്നു കേട്ടോ 1.5 ഇഞ്ചായിരുന്നു കഴുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2 ഇഞ്ചായിരുന്നു കഴുത്തകലം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തിയിരുന്നത് 6 ആയിരുന്നു. പിന്നെ കൈക്കുഴി അടയാളപ്പെടുത്തി, അതായത് ഷോൾഡറിൻ്റെ നേരെ താഴെ നമ്മൾ 5 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൈക്കുഴി കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് അത് ഓരോരോ കുട്ടികൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര നീളം വേണം എത്ര വീതി വേണം എന്ന് ഇതാക്കി നോക്കുക. അപ്പം നമ്മളങ്ങനെ കൈക്കുഴിയൊക്കെ വരഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് ജസ്റ്റ് ലെങ്ത്ത് എത്ര വേണ്ടത്. അപ്പോൾ ഇത് ഫ്രോക്കിൻ്റെ മേലത്തെ ഭാഗമാണ്. താഴെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മേലത്തെ ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതില്ലേ എൻ്റെ അടുത്ത് 2 പീസ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു ഗ്രീൻ കളറ് നേരത്തെ കാണിച്ച തുണിയല്ല. അപ്പോൾ ആ ഒരു തുണി എന്ന് പറയുന്നത് അടിയിൽ പ്ലീറ്റ് പോലെ ഇടാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് പ്ലീറ്റായിട്ട് വന്നാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പം മുകളിൽ ഈ ഒരു തുണിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴുത്തൊക്കെ ഞാൻ ചതുരത്തിൽ തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കഴുത്ത് കുറച്ചും കൂടെ വെറൈറ്റി ആണ്, റൗണ്ടാണ് നമ്മൾ സാധാരണ എല്ലാത്തിനും ഉപയോഗിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് കഴുത്ത് ഇതേപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട് ആ ഒരു പീസ് ചതുരത്തിൽ തന്നെ. പിന്നെ നമ്മൾ കൈക്കുഴി വെട്ടുന്ന ടൈമിൽ ഞാൻ കൈക്കുഴി വരഞ്ഞത് തീരെ റെഡി ആയിട്ടില്ല. എങ്കിലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ കുഴിച്ചിട്ടാണ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ വെട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ നേരെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ആ വീതിൻ്റെ ഭാഗത്ത് നേരെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ചെരിച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ 2 പീസ് തുണി ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൻ്റെ പീസും ഫ്രണ്ടും ബാക്കും നെക്ക് പീസ് അടയാളപ്പെടുത്തിക്കൊണ്ടു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തു. പിന്നെ ഏകദേശം 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഒരു താഴെയായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി 1 ഇഞ്ച് ഇട്ടിട്ട്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് 2 പീസും, അതായത് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേണം കേട്ടോ ഇങ്ങനത്തെ 2 കട്ട് പീസുകൾ. അപ്പോൾ അത് രണ്ടും നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നും ആരും എടുക്കണ്ട കേട്ടോ. എൻ്റേതായ അറിവിൽ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതെന്തായാലും ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ജസ്റ്റ് അടിച്ച് നോക്കുന്നു, എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് നോക്കുന്നു. ഇതിനു മുൻപ് ഞാൻ ഒരെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്കിലും ഞാൻ ഈ ഒരു ഉടുപ്പ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു. കാരണം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴീൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഓരോ പീസ് വെച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കൈക്കുഴി നേരത്തെ വരഞ്ഞതുപോലെ തന്നെ കഴുത്തിൻ്റെ വരഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് അത് 2 മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. 2 തുണി അതായത് നമുക്ക് 2 പീസ് വേണമല്ലോ, ബാക്കിനും 2 സൈഡിലും വേണമല്ലോ, 2 കൈക്കും വേണമെന്നുണ്ടെങ്കിൽ അത് 2 തുണിയാണ് ഞാൻ ഇതേപോലെ മടക്കാക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നേരത്തെ ഒന്ന് വരഞ്ഞു. എന്നിട്ട് അതിൻ്റെ നേരെ തൊട്ടകലായിട്ട് ഇതേപോലെ ഒരു വരയും കൂടെ വരഞ്ഞിട്ട് 2 ഇഞ്ച് ഇടപെട്ടിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈക്കുള്ളത്. അങ്ങനെ മേലത്തെ ആ ഒരു പാർട്ടിന് വേണ്ടിയില്ല നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ പാർട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അരവണ്ണം നോക്കിയിട്ട്, അതായത് അതിൻ്റെ വീതി നോക്കിയിട്ട് നമ്മൾ എത്ര വേണം അതനുസരിച്ചിട്ടാണ് താഴത്തെ ആ ഒരു പീസ് തുണി എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനത് 8 ഇഞ്ചായിരുന്നു മേലത്തെ ആ ഒരു പാർട്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി 16 ഇഞ്ചാണ് ഞാൻ ആ ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ മടക്കി വെച്ചിട്ടോ ആ ഒരു ഫ്രോക്കിൻ്റേത് 4 മടക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്ത തുണിയും 4 മടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 16 ഇഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എങ്ങനെയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കഴുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴുത്ത് നല്ല രീതിയിൽ ഇതേപോലെ നമ്മൾ നേരത്തെ കട്ട് പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുത്തു, അതിനോട് ചേർത്തിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇതേപോലെ അടിയിലേക്ക് മടക്കിയിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു അടുപ്പ് കൊടുത്തു. പിന്നെ ആ ഒരു ചീത്ത വശങ്ങളൊക്കെ ആ ഒരു വശങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ആക്കി. എന്നിട്ട് അതിൻ്റെ നേരെ മേലെ കൂടെ തന്നെ പതിച്ചടിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
ആ ഒരു കോണ് പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ്. നമ്മളിങ്ങനെ മടക്കി മടക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് അത്ര നല്ല രീതിയിൽ ഒന്നും റെഡി ആയിട്ടില്ല ഞാൻ അടിച്ചത്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അടിച്ചതാണ്. ഞാൻ ഇതെന്തിന് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ഇത്രയും ഞാൻ ഉദ്ദേശിച്ച അത്രയും നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഫ്രോക്ക്. ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുത്തു. പിന്നെ ഒരു പാവക്കുട്ടി ഉണ്ട്, ആ ഒരു പാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും കുറച്ചും കൂടി നീറ്റായിട്ട് അടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 2 പീസും, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടിൻ്റെ ഷോൾഡർ കൂട്ടിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കൈക്ക് വേണ്ടിയിട്ട് കൈക്കുഴിക്ക് അവിടെ നമുക്ക് കട്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പീസും കൂടെ നമ്മൾ നെക്കിന് അടിച്ചത് കൊടുത്തതുപോലെ തന്നെ അതിൻ്റെ നല്ല 2 വശങ്ങളും ഇതേപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു നല്ല വശങ്ങളൊക്കെ ചീത്ത വശങ്ങളൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഒരു അടുപ്പും കൂടെ ഒരു പ്രസ് ചെയ്തിട്ടുള്ളൊരു അടുപ്പുണ്ട്, ആ ഒരു അടുപ്പും കൂടെ കൊടുത്തു. പിന്നെ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ് ഇല്ലാത്ത ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു കൈക്ക് വേണ്ടിയിട്ട് വെക്കേണ്ട വന്നിട്ടുള്ളത്. കൈ ആയിരുന്നെങ്കിൽ കൈ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് ആർക്കും പറഞ്ഞ് അടിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് അടിച്ച് നോക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം മോഡിഫൈ ഒന്നും ചെയ്യാൻ കൈയൊന്നും വെക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പം പിന്നെ ഷോൾഡർ കൂട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കൈൻ്റെ അവിടെ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു തുണി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തുണി ഇതേപോലെ ഇട്ടിട്ട് പ്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിലത്തെ ആ ഒരു പ്ലേറ്റ് ഇടുന്ന ടൈമിൽ മേലത്തെ ആ ഒരു ഫ്രോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗവും പിന്നെ അതിൻ്റെ നല്ല വശവും മേലത്തെ ഭാഗത്തിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വശം നന്നായിട്ട് കൂട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് വന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ടൊരു ഫ്രോക്കൊന്നുമല്ല, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അറിയുന്ന രീതിയിലൊക്കെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഉടുപ്പ്. അപ്പോൾ ഇതിൽ ഇനിയും കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അല്ല, നല്ല രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ആയിട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാനാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ചേട്ടാ.